കണ്ണാടിയിലൂടെ കേരളീയ ദർശൻ TV അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാനമായും കണ്ണാടിയിലൂടെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. ചില കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മിക്ക തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും കരസ്ഥമാക്കിയത്. അത് ഗ്രാമപഞ്ചായത്ത് തൊട്ട് മുകളിലോട്ടെടുത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശം വരുന്ന പല സീറ്റുകളും കോൺഗ്രസ് മുന്നണി തിരിച്ചു പിടിച്ചതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. LDFന്റെ കയ്യിലിരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ 100-ലധികം എണ്ണം കോൺഗ്രസ് മുന്നണി തിരിച്ചു പിടിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും ഭാരതീയ ജനതാ പാർട്ടി BJP അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA കരസ്ഥമാക്കിയിരിക്കുന്നു. അവരുടെ മേയർ സ്ഥാനാർത്ഥി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതിനിടയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ കൂട്ടലും കിഴിക്കലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്തെ ഇടതുപക്ഷ മുന്നണി തോക്കാനുണ്ടായ ഭൗതിക സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം എന്തെല്ലാമാണ് എന്നാണ് ഇടതുപക്ഷ പാർട്ടികളിലെ CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കിഴിച്ചും കൂട്ടിയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. CPI ആവട്ടെ തോക്കാനുണ്ടായ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് ജനങ്ങളിൽ നിന്നും അഭിപ്രായം സ്വീകരിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ജനങ്ങളുടെ LDF തോക്കാനുണ്ടായ കാരണങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥന CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. സാധാരണ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ വിമർശനവും സ്വയം വിമർശനവും ഇടതുപക്ഷ പാർട്ടികൾ നടത്താറുണ്ട്. അതാത് ഘടകങ്ങളിൽ തോക്കാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് വിമർശനങ്ങൾ പറയുമ്പോൾ അത് സ്വയം വിമർശനപരമായി പരിശോധിക്കുന്ന പതിവുണ്ട്, പ്രത്യേകിച്ച് കേഡർ പാർട്ടികൾക്ക്. അതില്ലാത്തത് കോൺഗ്രസ് പാർട്ടിയെ പോലുള്ള ബൂർഷ്വാ ജനാധിപത്യ പാർട്ടികൾക്കാണ്. ഇപ്പോൾ അതിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അവരും സ്വയം വിമർശനങ്ങളൊക്കെ നടത്താറുണ്ടെന്നാണ് അറിവ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഭരണത്തിന്റെ ശിലാകേന്ദ്രം, തലസ്ഥാന നഗരി, സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനകത്താണ്. പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനകത്താണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷനകത്താണ്. നിരവധി ഗവൺമെന്റ് വിദ്യാലയങ്ങൾ, ഗവൺമെന്റ് കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഒക്കെ പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനകത്താണ്. കേരളത്തിലെ ഏറ്റവും മികച്ച ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനകത്താണ്. കേരളത്തിലെ ഏറ്റവും മികച്ച, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിലെ തന്നെ
മെഡിക്കൽ സെന്ററായ ശ്രീചിത്ര മെഡിക്കൽ സെന്റർ, അതൊരു ഡീപ് യൂണിവേഴ്സിറ്റിയുടെ സാറ്റക്സ് ഉള്ള ആ ആശുപത്രി പ്രവർത്തിക്കുന്നതും തിരുവനന്തപുരം കോർപ്പറേഷനകത്താണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രം പ്രവേശനമുള്ള SAT ആശുപത്രി, ശ്രീ ആവുട്ടൻ തിരുനാൾ ആശുപത്രി, ഒരു മെഡിക്കൽ കോളേജിന്റെ സാറ്റക്സ് ഉള്ള ആശുപത്രി, അത് പ്രവർത്തിക്കുന്നതും തിരുവനന്തപുരം കോർപ്പറേഷനകത്താണ്. അങ്ങനെ നിരവധി അനവധി വളരെയധികം പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ആ കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ വന്ന ശേഷം ഒരു പ്രാവശ്യം മാത്രമേ അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുള്ളൂ. അത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ശ്രീ വരദരാജൻ നായർ മേയറായി വന്ന ആ കാലഘട്ടത്തിലാണ്. അതൊഴിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രഥമ മേയർ തൊട്ട് പ്രഥമ മേയർ ശ്രീ പൊന്നറ ശ്രീധരൻ തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ആര്യ രാജേന്ദ്രൻ വരെയുള്ളവർ ചുവന്ന കൊടി പിടിച്ചുകൊണ്ടാണ് ഭരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. ഇപ്പോഴത് അത് കൈവിട്ടിരിക്കുന്നു. അതും BJPയുടെ കൈകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ 6 മാസത്തിനകം 6 മാസത്തിനകം നടക്കാനിരിക്കുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ BJPയെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതിന് വേണ്ടി LDFും UDFും കൈകോർക്കുമായിരുന്നു. അതായത് CPIMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിൽ പരസ്പരം ധാരണയുണ്ടാകുമായിരുന്നു. 6 മാസത്തിനകം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവരെ ആദ്യം നിന്നും പിന്തിരിപ്പിച്ചത്. എന്തായാലും ഭരണ BJPയുടെ മേയർ അവര് നടത്തുന്ന ഭരണം ആ നരേന്ദ്രമോദി നേരിട്ട് വരാമെന്ന് ഏറ്റിരിക്കുന്നു. ഇവിടുത്തെ വികസന രേഖ നരേന്ദ്രമോദിയായിരിക്കും, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരിക്കും പ്രകാശനം ചെയ്യുക. അവർ വളരെയധികം മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ആ വികസന രേഖ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ പ്രകാശനം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം BJPയുടെ കൈകളിൽ എത്തുമ്പോൾ അത് എന്നാണ് ഇനി തിരിച്ചു പിടിക്കാൻ കഴിയുക എന്നുള്ളത് ആ ഒരു തീരുമാനം, തിരിച്ചു പിടിക്കാനുള്ള തീരുമാനം, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു സന്ദർഭം ചിലപ്പോൾ അതിവിദൂരമായിരിക്കും. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് ഒരു സിനിമാ നടിയെ ഒരു വാഹനത്തിൽ വെച്ച് കൂട്ടമായി മാനഭംഗപ്പെടുത്തിയത്. അതിക്രൂരമായാണ് അവരെ മാനഭംഗപ്പെടുത്തിയത്. ആ മാനഭംഗപ്പെടുത്തുന്നതിനുണ്ടായ കാരണം എന്ന് പറയുന്നത് പലതും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന്റെ പിന്നിൽ പകയും അതുപോലെ തന്നെ വൻ സാമ്പത്തിക ഇടപാടുകളുമാണെന്നാണ് പുറമേയുള്ള സംസാരം. അതിന്റെ എത്തിക്സിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും ആ സംഭവം സാക്ഷര കേരളത്തെ സംബന്ധിച്ചിടത്തോളം
സ്ത്രീകളുടെ മാനത്തിന് എന്നും മുൻതൂക്കം നൽകിയിട്ടുള്ള കേരള സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിനീചമായ ഒരു പ്രവൃത്തിയായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവിടെ ഇത് നിൽക്കുന്നില്ല. ആ കേസിലെ 8 പ്രതികളിൽ 2 പേരെ വെറുതെ വിട്ടുകൊണ്ടും ബാക്കി 6 പേരെ ശിക്ഷിക്കുകയുമാണ് ചെയ്തത്. ആ വിധിയെ തന്നെ പലരും വിമർശന പരമായി വിലയിരുത്തിയിട്ടുണ്ട്. ആ കൂട്ട മാനഭംഗത്തിന് വിധേയയായ യുവ നടി തന്നെ ആ സംഭവത്തെക്കുറിച്ച് തന്റെ സ്വകാര്യ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ അഭിപ്രായം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരും സിനിമാ ലോകത്തുള്ളവരും അല്ലാത്തവരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരുമെല്ലാം അവരുടേതായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ വിധിയെയും ആ സംഭവത്തെയും കുറിച്ചുമെല്ലാം അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇനിയും മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ അപ്പീലിന് പോകുന്നു. ഇനി അതിന്റെ ഇരയായ ആ യുവതി തന്നെ അവരുടേതായ രീതിയിൽ കേസുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇല്ലാതില്ല. ചില സംഘടനകൾ അത് ഏറ്റെടുത്തുകൂടായില്ല. എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരാനാണ് സാധ്യത. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് കേരള സർവകലാശാലയുടെ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് സർക്കാരും ചാൻസലറായ ഗവർണറും കൂടി കൂടിയാലോചിച്ചാണ് സാധാരണ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത്. അല്ലെങ്കിൽ ആ സർക്കാരും ഗവർണറുമായി കൂടിയാലോചനയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന VCയുടെ പേര് ഔദ്യോഗികമായി ഗവർണർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സർക്കാരും ഗവർണറുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത അത് പല മേഖലകളിലും രൂക്ഷമായി നിലനിൽക്കുമ്പോഴാണ് കേരള സർവകലാശാലയുടെ VC നിയമനത്തിൽ വൈസ് ചാൻസലർ നിയമനത്തിൽ ആ അഭിപ്രായ ഭിന്നത മറന്നേക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. സുപ്രീം കോടതി രമ്യതയിൽ അത് കൂടിയാലോചിച്ച് പരിഹരിക്കണമെന്ന് സർക്കാരിനും ഗവർണർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കോടതി തന്നെ VCയെ നിയമിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ സുപ്രീം കോടതി VCയെ നിയമിക്കുന്നതിന് വേണ്ടുന്ന ഒരു ബോർഡിനെ തിരഞ്ഞെടുത്ത് ആ ബോർഡ് VCയെ നിയമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. ഇതിനെയാണ് ചാൻസലർ കൂടിയായ കേരള ഗവർണർ വിമർശിച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇതുപോലെ നീട്ടിക്കൊണ്ട് കേരളത്തിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇതുപോലുള്ള അഭിപ്രായ ഭിന്നതകൾ കേരള ഗവർണറും സർക്കാരുമായുള്ള അഭിപ്രായ ഭിന്നതകൾ മൂലം പല സർവകലാശാലയുടെയും VC നിയമനങ്ങളും രജിസ്ട്രാർ നിയമനങ്ങളും നീണ്ടുപോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത് ഇനിയും അതുപോലെ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടവർ, പ്രത്യേകിച്ചും ഗവർണറും
സർക്കാരും പരസ്പരം കൂടിയാലോചിച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ വിട്ടുവീഴ്ച ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടതെന്നതിനെ കുറിച്ച് കാര്യക്ഷമമായ ചർച്ച നടത്തി ഒരു പൊതുവായ തീരുമാനത്തിലെത്തുകയും വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായ രീതിയിൽ ബാധിക്കാതിരിക്കാൻ ഇരുഭാഗത്തു നിന്നും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും അതിന് സർക്കാർ തന്നെയാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടതെന്നുമാണ് ഈ അഭിപ്രായം. ഈ സന്ദർഭത്തിൽ ആ BC നിയമനത്തെക്കുറിച്ചും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ കുറിച്ച് ചാൻസലർ കൂടിയായ ഗവർണറുടെ അഭിപ്രായത്തെ കുറിച്ചും ഒക്കെ പറയാനുള്ളത്. കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിന് തിരിതെളിഞ്ഞു. എല്ലാ പ്രാവശ്യവും അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടത്താറുണ്ട്. ആ ഫെസ്റ്റിവലിനെ കുറിച്ച് വിമർശനപരമായ അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പതിവുമാണ്. എന്നാൽ ഇപ്രാവശ്യം ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നു വന്നിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരിൽ നിന്നാണ്. എല്ലാ പ്രാവശ്യവും മാധ്യമ പ്രവർത്തകർക്ക് ഡെലിഗേറ്റ് പാസുകൾ നൽകാറുണ്ട്. അതും മാധ്യമ പ്രവർത്തകർക്ക് ഫീസ് ഇല്ലാതെയാണ് മാധ്യമ പ്രവർത്തകർക്ക് ഡെലിഗേറ്റ് പാസുകൾ നൽകാറുള്ളത്. എന്തുകൊണ്ടോ ഇപ്രാവശ്യം അതിൽ മാറ്റം വന്നിരിക്കുന്നു. അത് PRDയിലെ ചില ഉദ്യോഗസ്ഥന്മാരും സിനിമാ ലോകത്തെ ചില മാഫിയ സംഘങ്ങളും കൂടി ആലോചിച്ച് മാധ്യമ രംഗത്തെ ചില ഫോക്കസും കൂടി ചേർന്നുകൊണ്ട് പതിറ്റാണ്ടുകളായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഡെലിഗേറ്റ് പാസ് നൽകാത്ത ഒരു സാഹചര്യം ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നു. അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല, ശരിയായ നടപടിയല്ല. അത് നീതിയുക്തമായ നടപടിയല്ല. അതിൽ നിന്നും PRD ആയാലും ചലച്ചിത്രോത്സവത്തിന്റെ നടത്തിപ്പുകാരായാലും സർക്കാർ ആയാലും പിന്തിരിയണമെന്നാണ് ഈ അഭിപ്രായത്തിൽ ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു വസ്തുത, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ ജന്മം കൊണ്ട ഒരു ഫിലിം സൊസൈറ്റി ഉണ്ട്. ശ്രീ ചിത്രലേഖ ഫിലിം സൊസൈറ്റി. ചിത്രലേഖ എന്ന പേരിൽ അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ കുളത്തൂർ ഭാസ്കരൻ നായരും അടക്കമുള്ള പഴയകാല ചലച്ചിത്ര പ്രവർത്തകർ, KP കുമാരനെ പോലുള്ളവർ, ആന്റണിയെ പോലുള്ളവർ ഒക്കെ ചേർന്ന് രൂപീകരിച്ച ചിത്രലേഖ ഫിലിം സൊസൈറ്റി, അത് പിന്നീട് കോപ്പറേറ്റീവ് സൊസൈറ്റി കേരള സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുകയും അതാദ്യമായി സ്വയംവരം എന്ന സിനിമ നിർമ്മിക്കുകയും ചെയ്തു. ആ സ്വയംവരം എന്ന സിനിമയുടെ സംവിധാനം നിശ്ചയിക്കുന്നതിൽ ആദ്യം 2 പേരുടെ പേരാണ് സൊസൈറ്റി പരിഗണനയ്ക്കെടുത്തത്. അത് ഒന്ന് ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെയും മറ്റൊന്ന് ശ്രീ KP കുമാറിന്റെയും പേരായിരുന്നു. എന്നാൽ ചിത്രലേഖ ഫിലിം സൊസൈറ്റി KP കുമാറിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ചതുകൊണ്ട് സ്വയംവരം എന്ന സിനിമയുടെ സംവിധാനം അടൂർ ഗോപാലകൃഷ്ണൻ ആണ് ലഭിച്ചത്. അതിൽ വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്തത് കൊല്ലത്തെ ഒരു കശുവണ്ടി ഫാക്ടറിയുടെ ഉടമയായ
പിൽക്കാലത്ത് സിനിമാ രംഗത്ത് തിളങ്ങിയ ശ്രീ രവീന്ദ്രൻ നായരായിരുന്നു. അതിനുശേഷം ചിത്രലേഖ ഫിലിം സൊസൈറ്റി രണ്ടാമത് നിർമ്മിച്ച ചിത്രമാണ് കൊടിയേറ്റം. അതിന്റെ സംവിധാനവും അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയായിരുന്നു. കൊടിയേറ്റം സിനിമയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ KP കുമാരനെപ്പോലുള്ളവർ ചിത്രലേഖയുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്നു, മാറി നിന്ന കാലഘട്ടമായിരുന്നു. ചിത്രലേഖയ്ക്ക് സമാന്തരമായി CPIM ഒരു ഫിലിം സൊസൈറ്റി രൂപീകരിച്ചു. അതിന്റെ പേരായിരുന്നു ജനശക്തി ഫിലിംസ്. ശ്രീ ചാത്തുണ്ണി മാസ്റ്റർ പ്രസിഡന്റും ശ്രീ P. ഗോവിന്ദപിള്ള സെക്രട്ടറിയുമായിട്ടാണ് ജനശക്തി ഫിലിംസ് രൂപീകരിച്ചത്. ജനശക്തി ഫിലിംസ് ആദ്യമായി നിർമ്മിച്ച സിനിമയാണ് ദേവലോകം. ആ സിനിമയിലാണ് ആദ്യമായി മമ്മൂട്ടി അഭിനയിക്കുന്നത്. തുടർന്ന് പല സിനിമകളും വിലക്കെടുത്ത് വിതരണം നടത്തിയ ചരിത്രം ജനശക്തി ഫിലിംസിനുണ്ടായിട്ടുണ്ട്. ജോൺ അബ്രഹാമിന്റെ അഗ്രഹാരത്തിലെ കഴുത പോലുള്ള നിരവധി സിനിമകൾ, അന്യരുടെ ഭൂമി അടക്കമുള്ള നിരവധി സിനിമകൾ വിലക്കെടുത്ത് വിതരണം ചെയ്ത ജനശക്തി ഫിലിംസും എന്നോ നിന്നുപോയി. അഭിപ്രായ ഭിന്നത മൂലം CPM ചാത്തുണ്ണി മാസ്റ്ററുടെ പേരിൽ എടുത്ത നടപടി, അതിൽ ജനാർദ്ദൻ എന്ന ആളുമായിട്ടുണ്ടായ അഭിപ്രായ ഭിന്നത, ആ പാർട്ടി നിയന്ത്രണത്തിൽ നിന്നും പാർട്ടി കൈവിട്ടു പോയ സാഹചര്യം, ആ ജനശക്തി ഫിലിംസും ഇന്ന് നിർജീവമായ സാഹചര്യമാണ്. അതുപോലെ തന്നെ ജോൺ അബ്രഹാം മുൻകൈയെടുത്ത് രൂപീകരിച്ച മറ്റൊരു ഫിലിം സൊസൈറ്റിയാണ് ഒഡേസ. ആ ഒഡേസയ്ക്കകത്തും ഈ ജോണിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഡേസ ഫിലിം സൊസൈറ്റിക്കകത്തും അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുകയും ഒരിക്കലും യോജിക്കാനാവാത്ത വിധത്തിൽ ആ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതിനെ തുടർന്ന് ഒഡേസയുടെ പ്രവർത്തനവും നിലച്ചതുപോലെയാണ്. നിലച്ചു എന്ന് വേണം പറയാൻ. ഒഡേസ ഫിലിംസ് നിർമ്മിച്ച ഒരു ചിത്രമാണ് ജോൺ അബ്രഹാമിന്റെ അമ്മാറിയ. അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുന്ന നിയമ കുരുക്കിലാണത്. അതിനുശേഷം ചില ഫിലിം സൊസൈറ്റികൾ, ചെറുതും വലുതുമായ ഫിലിം സൊസൈറ്റികൾ പലരും രൂപീകരിച്ചെങ്കിലും അതൊന്നും പ്രവർത്തന മുഖത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ സാഹചര്യത്തിൽ ഈ അന്തർദേശീയ ഫിലിമോത്സവം തിരുവനന്തപുരത്ത് നടക്കുന്ന സന്ദർഭത്തിൽ ചിത്രലേഖ ഫിലിം സൊസൈറ്റി, അരനൂറ്റാണ്ടിന് മുമ്പ് രൂപീകരിച്ച ചിത്രലേഖ ഫിലിം സൊസൈറ്റി പുനർജീവിപ്പിക്കാൻ പോകുന്നതും അതിന്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ പോകുന്നതും അതിന്റെ ചുക്കാമ്പി ആ ഫിലിം സൊസൈറ്റി ചിത്രലേഖ രൂപീകരിച്ചതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ അതിന്റെ പുതിയ പ്രവർത്തനത്തിന്റെ വിജയത്തിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്നു എന്ന് കേട്ടതിൽ സിനിമാ ലോകത്തുള്ളവരെല്ലാം വളരെ സന്തുഷ്ടരാണ്. വളരെ പ്രതീക്ഷ അവര് സൂക്ഷിക്കുന്നു. ഇതോടെ കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാം പൂർത്തീകരിക്കുകയാണ്. നന്ദി, നമസ്കാരം.